സ്നേഹനിധിയായ പൗലോസ് അപ്പോസ്തലൻ എന്ന പിതാവ് ഫിലിപ്പി ലേഖനം 4:1 പറയുന്നത് പോലെ തൻ്റെ സന്തോഷവും കിരീടവുമായ ഫിലിപ്പിയിലെ മക്കൾക്ക് ഉറപ്പും ഉന്മേഷവും പകർന്നു കൊടുക്കുവാൻ സ്നേഹാർദ്രമായ മൃദുല ഹൃദയത്തിൻ്റെ സാരോപദേശങ്ങൾ ചേർത്തെഴുതിയ ഫിലിപ്പി ലേഖനം ഏറ്റവും ഹൃദ്യമാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, കൃതജ്ഞത, പ്രശംസ എന്നീ ദിവ്യാരാധനയിലെ മണിനാദങ്ങൾ നിറഞ്ഞ ഈ ലേഖനം, അതുകൊണ്ട് തന്നെ ഇത് സന്തോഷത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ലേഖനമെന്നറിയപ്പെടുന്നു. മക്കദോനിയയിലെ ഫിലിപ്പ് രണ്ടാമൻ BC 4-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഫിലിപ്പിയ പട്ടണം പൗലോസിൻ്റെ കാലത്ത് മക്കദോനിയൻ റോമൻ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു. റോമാക്കാരെ കൂടാതെ ധാരാളം ഗ്രീക്കുകാരും ഒരു ചെറിയ കൂട്ടം യഹൂദന്മാരും അവിടെ ഉണ്ടായിരുന്നു. നീ മക്കദോനിയയ്ക്ക് കടന്നു എന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന ആഹ്വാനം തൻ്റെ രണ്ടാം മിഷണറി യാത്രയിൽ ത്രോവോസിൽ വെച്ച് കേട്ട പൗലോസ് ദൗത്യ നിർവഹണത്തിനായി യൂറോപ്പിൽ ആദ്യം പ്രവേശിച്ച പട്ടണമാണ് ഫിലിപ്പിയ. വെളിച്ചപ്പാടത്തിയിലെ ഭൂതത്തെ പുറത്താക്കിയത് മൂലം കച്ചവട നഷ്ടം സംഭവിച്ച വ്യാപാരികളുടെ ദുരാരോപണങ്ങളിൽ പൗലോസ് ശീലാസിനോടൊപ്പം അവിടെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടു. അപ്പോസ്തല പ്രവർത്തികൾ 16:16 മുതൽ 24 വരെ. മറ്റ് തടവുകാരോടൊപ്പം ബന്ധനത്തിലായ പൗലോസും ശീലാസും കഷ്ടതയുടെ നടുവിൽ ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗൃഹവാതിൽ തുറക്കപ്പെട്ടു. എങ്കിലും തടവുകാർ ആരും സ്വയം ഓടി രക്ഷപ്പെട്ടില്ല. ദൈവത്തെ പാടി സ്തുതിച്ചപ്പോൾ കാരാഗൃഹവാതിൽ തുറക്കപ്പെട്ടതും കാരാഗൃഹ പ്രമാണിക്ക് ദോഷം വരാതിരിക്കുവാൻ തടവുകാർ സ്വയം ചാടി രക്ഷപ്പെടാതിരുന്നതും കണ്ട് അത്ഭുത സ്തബ്ധനായ കാരാഗൃഹ പ്രമാണിയും കുടുംബവും സ്നാനമേറ്റ് ക്രിസ്ത്യാനികളായി തീർന്നു. പൗലോസ് റോമാ പൗരനെന്ന് തിരിച്ചറിഞ്ഞ അധികാരികൾ ഭയപ്പെട്ട് പൗലോസിനെ വിട്ടയക്കുകയും ചെയ്തു. പൗലോസിൻ്റെ ഫിലിപ്പിയിലെ വാസകാലത്ത് ക്രേനിഡസ് നദിയുടെ തീരത്തുണ്ടായിരുന്ന പ്രാർത്ഥനാ സ്ഥലത്ത് വെച്ച് അനേകരെ ക്രിസ്ത്യാനികളാക്കി. പ്രധാനമായും യഹൂദേതര ക്രിസ്ത്യാനികളുടെ ഒരു സഭയായിരുന്നു ഫിലിപ്പിയിലേത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത ദൗത്യം എന്താണ്? അത് തിരിച്ചറിഞ്ഞാൽ യൗവനം കഴുകനെ പോലെ പുതുകി വരും. വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരും. ജീവിതം ധന്യമാകും. അലസരാകാതെ, ആശങ്കപ്പെടാതെ, ആകുലകളില്ലാതെ, അത്യാർത്തിയില്ലാത്ത ഒരു ജീവിതം, സുഗന്ധം പരത്തി തേജസ്സുറ്റു നിൽക്കുന്ന മുല്ലപ്പൂ പോലെ ദൈവസ്നേഹത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ നറുമണം നമുക്ക് ചുറ്റും വിതറാം. ഫിലിപ്പിയിലെ മക്കൾക്ക് ഉറപ്പും ഉന്മേഷവും പകർന്നു കൊടുക്കുവാൻ അപ്പോസ്തലന് സാധിച്ചതുപോലെ കേടുവരാതെ സൂക്ഷിക്കുന്ന ക്ഷാരമായും രുചി വരുത്തുന്ന ഉപ്പായും യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം വായെ നമുക്ക് കടിഞ്ഞാണിട്ട് കാക്കാം. നമ്മുടെ നാവും ജീവിതവും ക്രിസ്തുവിനെക്കുറിച്ചുള്ള സദ്വാർത്ത പങ്കുവയ്ക്കുന്നതാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.